അതികാലത്തിൽ തുടങ്ങി ആസ്വാദകനെ ആവേശത്തിന്റെ പരകോടിയിലെത്തിക്കുന്ന പാണ്ടിമേളം. പാണ്ടിയുടെ രൌദ്രതാളം ഉയരുമ്പോൾ ചൂടിനെ വകവയ്ക്കാതെ ആടിയുലയുന്ന ആയിരങ്ങൾ. തൃശൂർ പൂരത്തിന്റെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളത്തിന്റെ ഐതിഹ്യത്തിലേക്ക്. പൂരാസ്വാദകരിൽ മേളപ്പെരുക്കത്തിന്റെ ആവേശം നിറയ്ക്കുന്നതാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഇലഞ്ഞിമരച്ചുവട്ടിൽ നടക്കുന്ന പാറമേക്കാവ് വിഭാഗത്തിന്റെ ഇലഞ്ഞിത്തറ മേളം. ഇലഞ്ഞിമരത്തണലിൽ അരങ്ങേറുന്നതുകൊണ്ടാണ് ഈ മേളത്തിന് ഇലഞ്ഞിത്തറ മേളമെന്ന് പേര് വന്നത്. ക്ഷേത്ര മതിൽക്കകത്ത് പഞ്ചാരിയാണ് സാധാരണയായി കൊട്ടാറുള്ളതെങ്കിലും പൂര ദിവസം വടക്കുംനാഥന്റെ ക്ഷേത്രമതിൽക്കകത്ത് തൃശൂർ പൂരത്തിന്റെ മുഖ്യ പങ്കാളിയായ പാറമേക്കാവ് വിഭാഗം പാണ്ടിമേളമാണ് നടത്തുന്നത്. ആസ്വാദകരെ ആവേശത്തിന്റെ കുടിമുടിയിലെത്തിക്കുന്ന പാണ്ടിയുടെ ലഹരി പറഞ്ഞറിയിക്കാവുന്നതല്ല. ഇലഞ്ഞിത്തറ മേളം അരങ്ങേറുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. കൂർക്കഞ്ചേരിയിലെ സൈനിക ശക്തിയായിരുന്ന കുറുപ്പാൾ തറവാട്ടിലെ കാരണവർ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതിയെ ദർശിക്കുക പതിവായിരുന്നു. വാർദ്ധക്യം ബാധിച്ചപ്പോൾ അങ്ങാടിപ്പുറത്ത് പോയി ദർശനം നടത്താൻ കഴിയാതെ വരുമെന്ന് മനസ്സിലാക്കിയ കുറുപ്പാൾ തന്റെ അവസാന ദർശനത്തിൽ ഭഗവതിയുടെ നിത്യ ദർശനത്തിനായി പ്രാർത്ഥിക്കുകയായിരുന്നു. മടക്കയാത്രയിൽ കുറുപ്പാളിന്റെ കുടപ്പുറത്ത് കയറി ഭഗവതി അനുഗമിച്ചുവെന്നാണ് ഐതിഹ്യം. വടക്കുംനാഥ ക്ഷേത്ര മതിൽക്കകത്ത് ഇപ്പോൾ ഇലഞ്ഞി നടക്കുന്ന സ്ഥലത്ത് വിശ്രമിക്കാനിരുന്ന കുറുപ്പാളിന്റെ കുട പിന്നീട് എടുക്കാൻ സാധിച്ചില്ലെന്നും തുടർന്ന് ഭഗവതിയെ ഇവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു. വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം വിപുലീകരിക്കാനായി ഭഗവതിയുടെ പ്രതിഷ്ഠ ഇവിടെ നിന്ന് ഇപ്പോൾ പാറമേക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. പൂർവ്വകാല സ്മരണ നിലനിർത്തുന്നതിനാണ് ഇലഞ്ഞിമരച്ചുവട്ടിൽ പാണ്ടിമേളം നടത്തുന്നത്. ഐതിഹ്യവും ചരിത്രവും എന്തായാലും ജാതിമത ദേശാന്തരങ്ങൾക്കപ്പുറം ലോകത്തിന്റെ കണ്ണും കാതും മനസ്സും ഒഴുകിയെത്തുന്ന വിശ്വവിസ്മയമായ ഇലഞ്ഞിത്തറ മേളത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ പൂരപ്രേമിയും.